നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആസ്മയെക്കുറിച്ചാണ്. ആസ്മ വളരെ സങ്കടകരമായ ഒരു രോഗമാണ് ആസ്മ. ഒരിക്കൽ ആസ്മയുടെ ദുരിതം അനുഭവിച്ചവർ വീണ്ടും അത് ഉണ്ടാകാതിരിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നിലവിലുള്ള ചികിത്സാ വ്യവസായികൾക്കൊന്നും അങ്ങനെ ഒരു മാർഗം നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല. ആസ്മയ്ക്കുള്ള അലോപ്പതി ചികിത്സ കേവലം ഒരു മുട്ടുശാന്തി മാത്രമാണ്. പിന്നത്തെ പ്രാവശ്യം വരുന്നത് അതിനേക്കാൾ ഭയങ്കരമായിട്ടായിരിക്കും. അവരുടെ പ്രഖ്യാപനം ആസ്മ ഒരു മാറാരോഗമാണെന്നാണ്. എന്നാൽ നിശയോടുകൂടി പ്രകൃതി ചികിത്സയും യോഗ പരിശീലനവും കൊണ്ട് 18 വർഷം വരെ പഴക്കമുള്ള ആസ്മ രോഗങ്ങൾ നിശേഷം മാറിയിട്ടുള്ളതായ അനുഭവങ്ങൾ അനവധി ഉണ്ടെന്നുള്ളതും പരമാർത്ഥം. ശ്വാസോച്ഛ്വാസത്തിൽ സംഭവിക്കുന്ന തടസ്സങ്ങളും തകരാറുകളുമാണ് പൊതുവെ ആസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്വാസം മുട്ടൽ, വലിവ്, കുറുങ്ങൽ തുടങ്ങിയ അസ്വസ്ഥതകൾ. ശ്വാസം എടുക്കാനും വിടാനും വിഷമം നേരിടുക എന്നതാണ് ഇതിൻ്റെ പ്രകടനമായ ലക്ഷണം. മറ്റൊരു ലക്ഷണമാണ് ചുമ. ശ്വാസമാർഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് ശരീരം ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ സ്വരൂപമാണ് ചുമ. തടസ്സം മാറിയാൽ ചുമ നശിക്കും. അതുകൊണ്ട് ചുമ ഒരു രോഗമല്ല, ശരീരത്തിൻ്റെ ഒരാവശ്യമാണ്. കഫം പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് ചുമയ്ക്കുന്നത്. അത് കുറെ പോയാൽ ശ്വാസം നേരെ വീഴും. എന്നാൽ ആസ്മ രോഗികൾ ചുമയ്ക്കുമ്പോൾ കഫം അതിൻ്റെ സ്ഥാനത്ത് നിന്നും വേർപെട്ട് പോകുന്നതല്ല. കഫം കെട്ടിയത് ഒരു തരം താളിപ്പശ പോലെ ശ്വാസകോശങ്ങളിലും അവയുടെ ചുവരുകളിലും ശ്വാസക്കുഴലുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് പുറത്തേക്ക് എളുപ്പം പോകാത്തത്. കൊഴുപ്പുള്ള ഈ വസ്തു അവിടെ അടിഞ്ഞുകൂടിയത് വർഷങ്ങൾ കൊണ്ടാണെന്ന് നാം ഓർമ്മിക്കണം. പ്രാരംഭത്തിൽ തന്നെ അതിനെ ബഹിഷ്കരിച്ച് ശ്വാസമാർഗങ്ങൾ സ്വീകരിക്കാൻ ശരീരം പല പ്രയത്നങ്ങളും നടത്തിയിട്ടുണ്ട്. ആസ്മക്കാർക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന തുമ്മലും ജലദോഷവുമെല്ലാം ആ പ്രയത്നത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിലായിരുന്നു. അലോപ്പതിക്കാരുടെ മരുന്നുകൊണ്ട് അതെല്ലാം സപ്രസ് ചെയ്യുന്നത് ഭാവിയിൽ ആസ്മ രോഗികളായി തീരാനുള്ള അവകാശം സ്ഥാപിക്കുക മാത്രമാണ്. ഇനി വഴുവഴുപ്പുള്ള ഈ മാലിന്യവസ്തു ശ്വസനേന്ദ്രിയങ്ങളിൽ എങ്ങനെ വന്നുപെട്ടു എന്ന് ചിന്തിക്കാം. രക്തദൂഷ്യം കൊണ്ടു ഉള്ളതാണെന്ന് സംശയമില്ല. നമ്മുടെ ശ്വാസകോശങ്ങളിൽ ഒരു ദിവസം ഏകദേശം 1,00,000 തവണയാണ് രക്തം വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം രക്തത്തിലുള്ള മാലിന്യം ഒരു സൂചിമുനയോളമെങ്കിലും ശ്വാസകോശങ്ങളിൽ നിക്ഷേപിച്ചിരിക്കാൻ ന്യായമുണ്ട്. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അതിൻ്റെ അളവ് എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രക്തമുണ്ടാക്കുന്നത് ഭക്ഷണ പാനീയങ്ങളിൽ നിന്നാണോ, പചനേന്ദ്രിയങ്ങളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ ആണ് ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ രക്തദൂഷ്യത്തിനുള്ള മുഖ്യ കാരണം ഈ വൈകല്യങ്ങൾ ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നാഡീഞരമ്പുകളുടെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പചനേന്ദ്രിയങ്ങൾക്ക് വൈകല്യം സംഭവിക്കുന്നതിന് കാരണം എന്താണെന്ന്: 1. അനുചിതമായ ഭക്ഷണപാനീയങ്ങൾ. 2. അമിതാഹാരം. 3. ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള പാകപ്പിഴകൾ. 4. മനുഷ്യ ശരീരത്തിന് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവം. 5. വ്യായാമമില്ലാത്തത് കൊണ്ടുള്ള ദഹന ശക്തിക്കുറവ്. 6. മാനസികമായ അസ്വസ്ഥതകൾ. 7. മലമൂത്ര വിസർജനയിലുള്ള അശ്രദ്ധ. ഇങ്ങനെ പലതുമാണ്. ഓരോ ജീവികൾക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ എന്തെന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവിഹിതമായി പലതും നിയന്ത്രണമില്ലാതെ കഴിക്കുന്ന
ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അതിനുള്ള ശിക്ഷയാണ് രോഗം. ആസ്മ പരിഹാര മാർഗങ്ങൾ: 1. കഫ പ്രധാനമായി ഭക്ഷണപാനീയങ്ങളിൽ പരമാവധി ചുരുക്കുക. 2. രക്തശുദ്ധീകരണത്തിനായിട്ടുള്ള പ്രകൃതിസിദ്ധമായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. 3. ലളിതമായ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും അഭ്യസിച്ചു ശാരീരിക മനസ്സുകളെ ദൃഢപ്പെടുത്തുക. 4. മനസ്സിന് അസ്വസ്ഥതകളും ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ആസ്മയുണ്ടാകുമെന്ന് അനുഭവസ്ഥർക്ക് അറിയാം. ആസ്മയ്ക്കുള്ള യോഗ ചികിത്സകൾ: ആസന പ്രാണായാമങ്ങൾ. വളരെ ലളിതവും ലഘുവുമായ ചില ആസന പ്രാണായാമങ്ങളാണ് ചികിത്സാരൂപത്തിൽ താഴെ പറയുന്ന 2-3 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടു മാത്രം ഓരോന്നും എളുപ്പമായി ചെയ്യാൻ സാധിക്കും. പ്രാരംഭത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതെല്ലാം ക്രമേണ ഇല്ലാതാകും. ഉത്സാഹവും സന്നദ്ധതയുമായി ആത്മധൈര്യവും വിശ്വാസവുമാണ് യോഗ പരിശീലനത്തിന് ആവശ്യം, ദേഹശക്തിയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളതെല്ലാം യോഗ അഭ്യാസങ്ങൾ വളരെ ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. വ്യായാമമില്ലാത്ത ശരീരമാണ് രോഗങ്ങളുടെ പറുദീസ. പുറത്ത് ഇറങ്ങാനും പോകുന്നതിനും പരാശ്രയം കൂടാതെ അധ്വാനം ഇല്ലാത്തതുമായി സുഖമായി ചെയ്യാവുന്നതാണ് യോഗ ആസനങ്ങൾ മിക്കതും. 2 ആഴ്ച മുടങ്ങാതെ യോഗ ചെയ്തു തന്നെ അതിൻ്റെ ഗുണം സ്വയം അനുഭവപ്പെടുന്നതാണ്. വിശദമായി വിവരങ്ങളോടുകൂടി ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്ന യോഗ വിഭാഗം നോക്കി കഴിയാവുന്നവണ്ണം ഗ്രഹിച്ച് ഓരോന്നും അഭ്യസിക്കാൻ ശ്രമിക്കുക. യോഗ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പരിപൂർണമായി അതിൽ തന്നെ ലയിച്ചിരിക്കണം. ഒരു കുറിപ്പുണ്ട്: ആസ്മ രോഗികളായ സ്ത്രീകളുടെ വസ്ത്രധാരണ ഒരിക്കലും വരിഞ്ഞുകെട്ടിയും വലിച്ചു മുറുക്കിയതും ആകരുത്. 1-ാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട യോഗാഭ്യാസങ്ങൾ: ആദ്യം പ്രാർത്ഥനയാണ് 2 മിനിറ്റ്. പിന്നെ ധ്യാനം 2 മിനിറ്റ്. പിന്നെ ചെയ്യുന്നത് ശവാസനം 5 മിനിറ്റ്. ശ്വസനക്രിയ 10 തവണ. അർദ്ധമേരു ദണ്ഡാസനം 10 തവണ. ഓരോ കാലും മാറി മാറി. ശവാസനം 10 മിനിറ്റ്. പ്രാണായാമം 10 തവണ. ധ്യാനം 3 മിനിറ്റ്. പ്രാർത്ഥന 2 മിനിറ്റ്. ഇത്രയും ആദ്യത്തെ ആഴ്ച മുഴുവനും അഭ്യസിക്കുക. ഏറ്റവും ലളിതമായതുകൊണ്ടും സൗകര്യമുള്ളവർ ഇതുതന്നെ വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പേ ചെയ്യുക. വൈകിട്ട് 5 മണിക്കുള്ളിൽ ഔഷധം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അഭ്യസിക്കാവുന്നതാണ്. 2-ാമത്തെ ആഴ്ച യോഗ ആരംഭിക്കുന്നതിനും പ്രാർത്ഥന, ധ്യാനം, ശവാസനം എന്ന 3 അഭ്യാസങ്ങളിൽ കൂടിയാണ്. അതുപോലെ തന്നെ ധ്യാനം, പ്രാർത്ഥന എന്നിവയെ കൂടി സമീപിക്കുകയും ചെയ്യുന്നു. അതായത് അതിനൊന്നും ആവർത്തിച്ചിട്ടില്ല എന്നാണ്. ആദ്യം ശ്വസനക്രിയ 15 തവണ. അർദ്ധമേരു ദണ്ഡാസനം ഓരോ കാലും മാറി മാറി 7 തവണ വീതം. പൂർണ്ണമേരു ദണ്ഡാസനം 7 തവണ വീതം ഓരോ കാലും. സൈക്ലിംഗ് എയും ബിയും 3 റൗണ്ട് മുന്നോട്ടും പുറകോട്ടും. ശവാസനം 10 മിനിറ്റ്. പ്രാണായാമം ഉജ്ജ്വലയായി 10 മിനിറ്റ്. തുടർന്ന് ധ്യാനവും പ്രാർത്ഥനയും 15 തവണ. 3-ാമത്തെ ആഴ്ച ആദ്യം ശ്വസനക്രിയ 15 തവണ. 2-ാമത്തത് അർദ്ധമേരു ദണ്ഡാസനം 5 തവണ. പിന്നത് പൂർണ്ണമേരു ദണ്ഡാസനം
5 തവണ. അടുത്തത് സൈക്ലിംഗ് എ, മുന്നോട്ടും പുറകോട്ടും 4 റൗണ്ട് വീതം. പിന്നെയും സൈക്ലിംഗ് ബി, 2 കാലും ഒപ്പം പൊക്കിപ്പിടിച്ചുകൊണ്ട് 4 റൗണ്ട് വീതം. അർദ്ധപവന മുക്താസനം 5 വീതം ഓരോ കാലും. പൂർണ്ണപവന മുക്താസനം 5 തവണ. നൗകാസനം 3 തവണ. ശവാസനം 10 മിനിറ്റ്. ഉജ്ജ്വലയായ പ്രാണായാമം, ധ്യാനവും പ്രാർത്ഥനയും 20 തവണ. 3-ാമത്തെ ആഴ്ചയിലെ അഭ്യാസങ്ങൾ 1 മുതൽ നൗകാസനം ഉൾപ്പെടെ 8 വരെ ചെയ്യുക. തുടർന്ന് ഭുജംഗാസനം 3 തവണ. അർദ്ധശലഭാസനം 3 തവണ വീതം ഓരോ കാലും മാറി മാറി. മത്സ്യാസനം 10 ദീർഘശ്വാസം. ശുണ്ഡലാസനം 5 തവണ. ശവാസനം 10 മിനിറ്റ്. ഉജ്ജ്വലയായ പ്രാണായാമം 20 തവണ. ധ്യാനവും പ്രാർത്ഥനയും 5 തവണ. 5-ാമത്തെ ആഴ്ച. ഈ ആഴ്ചകൾ മുതൽ തുടർച്ചയായി നിന്നും അഭ്യസിക്കേണ്ട ആസന പ്രാണായാമങ്ങളുടെ പൂർണ്ണ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പ്രാർത്ഥനയാണ്, 2 മിനിറ്റ്. അടുത്തത് ധ്യാനം 2 മിനിറ്റ്. അടുത്തത് ശവാസനം 3 മിനിറ്റ്. അടുത്തത് ശ്വസനക്രിയ 20 തവണ. അടുത്തത് അർദ്ധ മേരു ദണ്ഡാസനം 20 തവണ. അടുത്തത് പൂർണ്ണ മേരു ദണ്ഡാസനം 5 തവണ. അടുത്തത് സൈക്ലിംഗ്, മുന്നോട്ടും പുറകോട്ടും 1 മിനിറ്റ്. അടുത്തതും സൈക്ലിംഗ്, 2 കാലും ഒപ്പം മുന്നോട്ടും പുറകോട്ടും 1 മിനിറ്റ്. അടുത്തത് അർദ്ധ പവന മുക്താസനം, ഓരോ വശവും മാറി മാറി 7 വീതം. അടുത്തത് പൂർണ്ണ പവന മുക്താസനം 7 തവണ. അടുത്തത് നൗകാസനം 3 തവണ. അടുത്തത് ഭുജംഗാസനം 5 തവണ. അടുത്തത് അർദ്ധ ശലഭാസനം 5 വീതം ഓരോ കാലും മാറി മാറി. അടുത്തത് ശുണ്ഡലാസനം 10 തവണ. മത്സ്യാസനം 15 ദീർഘശ്വാസമാണ്. അർദ്ധശലഭാസനമാണ് 5 വീതം ഓരോ കാലും മാറി മാറി. അടുത്തത് ശവാസനം 10 തവണ. അടുത്തത് പ്രാണായാമം 10 മിനിറ്റ്. ഉജ്ജ്വലമായത് 20 തവണ. അനുലോം വിലോമ 10 തവണ. ഭസ്ത്രിക 1 റൗണ്ട്. കപാലഭാതി 1 റൗണ്ട്. പദ്മാസനത്തിൽ ഇരിക്കുക. അതിന് പ്രയാസമുള്ളവർ അർദ്ധപദ്മാസനം, സ്വസ്തികാസനം, സുഖാസനം ഇതിലേതെങ്കിലും ഇരിക്കുക. ഇതിനൊന്നും വയ്യാത്തവർ കട്ടിലിലോ കസേരയിലോ ഇരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കണം. ചാഞ്ഞും ചരിഞ്ഞും ഇരുന്നുകൂടാ. തല നേരെ ഉയർത്തി പിടിക്കണം. കണ്ണ് അടയ്ക്കുക. ശരിയായി ഇരുന്ന ശേഷം 2 തവണ സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. കൈകൾ നീട്ടി മുട്ടുവളയ്ക്കാതെ കാൽമുട്ടുകൾ കമഴ്ത്തി വയ്ക്കുക. ശ്വാസകോശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ശ്വാസം മുഴുവനും നിശ്വസിക്കുക. എന്നിട്ട് സാവധാനം ദീർഘമായി ശ്വാസം എടുക്കുക. ചുണ്ട് കൂട്ടിയിരിക്കണം. മുഖം ശാന്തമായി സൗമ്യമായി ഇരിക്കണം. ശരീരം നിശ്ചലമായിരിക്കണം. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നിങ്ങനെ മനസ്സിൽ എണ്ണിയിട്ട് വളരെ സാവധാനം ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൊണ്ട് പുറത്തേക്ക് വിടുക. ശ്വാസം വിട്ടു തീർന്നാൽ അല്പസമയം അതേപടി നിന്നിട്ട് വീണ്ടും ശ്വാസം എടുക്കുക, ഉച്ഛ്വസിക്കുക. 1 പ്രാവശ്യം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഒരു പ്രാണായാമമായി. ഇങ്ങനെ ആദ്യത്തെ ആഴ്ച 1 മുതൽ 10 വരെ അഭ്യസിക്കുക. ക്രമേണ ആഴ്ചതോറും 3 ആഴ്ച കൊണ്ട് 30 വരെ എത്തിക്കുക. പിന്നീട് നിന്നും
30 ഉജ്ജ്വല വീതം കാലത്തും വൈകിട്ടും അഭ്യസിക്കുക. ഇത് വളരെ ലളിതമായ ഉജ്ജ്വലമായ പ്രാണായാമമാണ്. അല്പം ശബ്ദത്തോടുകൂടി ഇപ്രകാരം ശ്വസനക്രിയ ഉച്ഛ്വസിക്കുമ്പോൾ ചെയ്യുന്നത് സാക്ഷാൽ ഉജ്ജ്വലയായി. എന്നാൽ അത് ഗുരുമുഖം ത്തിൽ നിന്നും നേരിട്ട് തന്നെ പഠിക്കണം. സാധാരണ ജനങ്ങൾ ലളിതമായി ഈ പ്രാണായാമങ്ങൾ നിത്യവും ചെയ്തു കൊണ്ടിരുന്നാൽ പ്രാണശക്തി സംഹരിക്കുന്നതാണ്. പ്രാണായാമത്തിൻ്റെ ലക്ഷ്യം അതോടുകൂടി ശ്വാസകോശങ്ങളിലും കുഴലുകളിലും വികസിക്കുകയും മനോനിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രാണായാമം ചെയ്യുമ്പോൾ ശരീരത്തിലൊരിടത്തും ബലം കൊടുക്കരുത്. ധ്യാനവും പ്രാർത്ഥനയും. ഭസ്ത്രികയും കപാലഭാതിയും 2 ആഴ്ച ഓരോ റൗണ്ട് ചെയ്തതിനു ശേഷം ഈ റൗണ്ട് ചെയ്യുക. ആസന പ്രാണായാമങ്ങളൊന്നും തന്നെ യാന്ത്രികമായി ചെയ്യരുത്. ഓരോന്നും മനസ്സിരുത്തി സാവധാനം നിഷ്കർഷമായി ചെയ്യണം. ക്ഷീണം തോന്നിയാൽ ശവാസനത്തിൽ അല്പസമയം കിടക്കുക. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഇതെല്ലാം അഭ്യസിക്കാവുന്നത് തന്നെയാണ്. രോഗം മാറിയാലും യോഗ തുടർന്ന് ചെയ്തുകൊള്ളണം. വ്യായാമരഹിതമായ ജീവിതം പല രോഗത്തിന് കാരണമായി തീരുമെന്നതും ഓർമ്മിക്കുക. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ആസ്മയെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് റിപ്പീറ്റ് അടിച്ച് നിങ്ങളത് കേൾക്കുക. കാരണം ഇതിൻ്റെ അകത്ത് ആസ്മയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക വിവരങ്ങളും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ആസ്മയുടെയും ചുമയുടെയൊക്കെ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് മനസ്സിരുത്തി കുറച്ച് സമയമെടുത്ത് നിങ്ങളത് കേൾക്കുക. മുഴുവനും കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതിൻ്റെ അകത്ത് എത്രയൊക്കെ യോഗാഭ്യാസങ്ങൾ ചെയ്യണം എന്ന് വരെ ഞാൻ വിശദമായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട്, സാവധാനം സ്ലോയിൽ. അതുകൊണ്ട് നിങ്ങളിത് നന്നായി കേട്ട് കഴിയാവുന്നതുപോലെ ഇത് നിങ്ങൾ അഭ്യസിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബായ്.